പാലാപ്പള്ളിയിലെ രാക്കുളി തിരുനാൾ അതെന്നും ഒരു വികാരം തന്നെയാണ്. എത്ര വർഷം നമ്മൾ കൂടിയെന്ന് പറഞ്ഞാലും ഓരോ വർഷം അത് ഓരോ പുതിയ ഓർമ്മകളാണ് നമുക്ക് തരുന്നത്. നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പ്രദക്ഷിണത്തിലൊന്നും ഞാൻ പോയില്ല. നേരെ നമ്മുടെ സ്റ്റേജിൻ്റെ പുറകിലേക്ക് പോയി. അവിടെ എൻ്റെ വീട്ടിലെ കുറച്ച് പേര് പിന്നെ ഇടവകയാകുന്ന വീട്ടിലെ ബാക്കി എല്ലാവരും കൂടെ ശിശുവത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മാലാക്കന്മാരൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട്. ആൻഡ് പയ്യെ നമുക്ക് അകത്തേക്ക് പോയി ബാക്കി സീൻസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രാജാക്കന്മാരൊക്കെ റെഡിയായി അവർ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ നമ്മൾ അകത്തേക്ക് പോകുമ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങിയവർ ബാക്കിയുള്ളവരെ ഒരുക്കുന്നു, ഒരുങ്ങാത്തവർ വീണ്ടും ഒരുങ്ങുന്നു, അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ കുഞ്ഞ് 2 ആട്ടിടയന്മാരാണ്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ദേൻ്റെ സ്റ്റെൽമി ആൻറ്റി ഉണ്ട്, അമ്മയുണ്ട്, സ്റ്റെല്ലാൻറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. മാതാവ് യഹൂദസ്ത്രീയെ സഹായിക്കുന്ന രംഗമാട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കണമെന്നായി. പിന്നെ അവരുടെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ എല്ലാവരും ഒരുങ്ങുന്നു, വീണ്ടും ഒരുക്കുന്നു. അങ്ങനെ അവിടെ നമ്മൾ വെളിയിലേക്ക് വരുമ്പം എൻ്റെ അനിയനും അനിയത്തിയും ഇതാ നിൽക്കുന്നു. ആട്ടിടയനും ഗബ്രിയേൽ മാലാഖയൊക്കെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും ശിശുവാത്തിനൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഓർമ്മകളൊക്കെ ആയിരുന്നു അന്ന് ഇവർ ചെറുതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാനിങ്ങനെ പയ്യെ നടന്ന് ഇങ്ങനെ ഓരോരോ കുഞ്ഞു വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് കൽക്കുരിശിൽ എണ്ണ ഒഴിക്കുന്നതും അങ്ങനെ എല്ലാം കണ്ട് അപ്പോഴേക്കും നമ്മുടെ പ്രദക്ഷിണമൊക്കെ വന്നു. പിന്നെ പ്രദക്ഷിണത്തിൻ്റെ അവിടെ ബാക്കി കൂടി. ആദ്യം ഞാൻ ഓർത്ത് ഇപ്രാവശ്യം ആൾ കുറവാണോ, പക്ഷെ പ്രദക്ഷിണം വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഫില്ലായി. പിന്നെ ശിശുവധവും മാർഗംകളിയും ചവിട്ടുനാടും എല്ലാം കൂടി പയ്യെ അവിടെ നിന്ന് ഇങ്ങനെ സ്കൂട്ടായി ഈ മുതലിനെ കാണാനായിട്ട് വന്നു. ആൻഡ് ഞങ്ങളുടെ ഈ ഡ്രസ്സ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങ് ഡൽഹിയിൽ നിന്ന് എൻ്റെ കൊച്ചി എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ എൻ്റെ സ്പെഷ്യൽ പേഴ്സൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കടകളാണല്ലോ. ഒന്നും മേടിച്ചില്ലെങ്കിൽ ഇങ്ങനെ തെണ്ടി നടക്കാനായിട്ട് നമുക്കൊരു ഇഷ്ടമാണല്ലോ. അപ്പോഴാണ് അപ്പനെ എങ്ങനെ മുടിപ്പിക്കാമെന്ന് നോക്കി നടക്കുന്ന എൻ്റെ അനിയനും ഞങ്ങൾ. പിന്നെ പെരുന്നാളല്ലേ, ഒരുപാട് പേരെ കണ്ടു, മിണ്ടി, അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ അയൽവർക്കി ഞങ്ങളിങ്ങനെ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ എൻ്റെ അനിയത്തി സന്താനത്തിന് വേണ്ടി എവിടെ നല്ല ലൈറ്റിംഗ് ഉണ്ട്, എവിടെ നല്ല ഫോട്ടോ എടുക്കാൻ നോക്കിയൊക്കെ ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്ന് വന്നപ്പോൾ നമ്മുടെ SMYക്കാരുടെ സ്റ്റോളിൽ ഇങ്ങനെ വളയിറക്കം നടക്കുമായിരുന്നു. സോ അതൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് പ്രതീക്ഷ ചേച്ചിനെ കണ്ടത്. പിന്നെ പ്രതീക്ഷ ചേച്ചിയായിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ബഡീസ് ആണ്. മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ഞിയും കറിയും കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർ. പിന്നെ ഒട്ടും കുറച്ചില്ല, ഞാനും മാതാജിയും കൂടെ ഓരോ ഫോട്ടോയും കൂടെ എടുത്തു. അവിടുന്ന് പിന്നെ ഞാനും അമ്മയും കൂടെ വീണ്ടും പള്ളിയിലേക്ക് കയറി. കാരണം പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്ന ദിവസമാണ്. സോ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് പിന്നെ വീണ്ടും തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ Day 1 വിശേഷങ്ങൾ. സോ Day 2 വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കാത്തിരിക്കുക. ആൻഡ് ഈ പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ.